ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്ക് അമേരിക്കൻ ട്രാവൽ വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ അമേരിക്കയിൽ വന്നിട്ട് 3-ാം ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പ് ബൈ റോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് ഇലിനോയ് സ്റ്റേറ്റിലുള്ള ബ്ലൂമിങ്ടൺ നോർമൽ എന്നുള്ള ഒരു പ്ലേസിലാണ്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ബൈ റോഡ് നയാഗ്ര, ന്യൂയോർക്ക് എല്ലാ സ്ഥലവും പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ 15 പേരുണ്ട് മൊത്തം. അതിനായിട്ട് ഞങ്ങൾ ഒരു 15 സീറ്റഡ് ടെമ്പോ ട്രാവലർ വാൻ റെൻറ്റിനായിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ സണ്ണിൻലാസിനെല്ലാം തന്നെ 4 പേർക്ക് ഇവിടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവർ തന്നെ മാറ്റി മാറ്റി ഡ്രൈവ് ചെയ്തോളാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഇരുന്ന് 1347 കിലോമീറ്റേഴ്സ് ഉണ്ട് നയാഗ്ര ഫാൾസിലേക്ക്. ഇവരിവിടെ മൈൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പം 847 മൈൽസ് ഉണ്ട്. ഞങ്ങൾ പോകേണ്ടത് 4 സ്റ്റേറ്റ്സ് കടന്നിട്ടാണ്. ഇവിടെ ഇലിനോയ്സിലിരുന്നിട്ട് ഇൻഡിയാനാപോളിസ്, ഒഹായോ, പെൻസിൽവേനിയ, അതിനുശേഷമാണ് നയാഗ്ര അമേരിക്കൻ ഫാൾസ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്ലേസസും ഉണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഞങ്ങൾ പോയത് ഇൻഡിയാനാപോളിസിലാണ്. അവിടെ ഒരു പെട്രോൾ ബങ്കും കാഫിറ്റേറിയയും ഉള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ലഞ്ചിന് വേണ്ടി നിർത്തിയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ലഞ്ചൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അവിടെ നല്ല സ്പേസസ് ഉണ്ടായിരുന്നു. അവിടെ 7-Eleven എന്നുള്ള കാഫിറ്റേറിയ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ചെറിയ സ്നാക്സും ഷോപ്സും എല്ലാം ഉണ്ട്. എല്ലാവരും കുറച്ച് ഇറങ്ങി നടന്നൊക്കെ ഫ്രഷായിട്ട് അവിടെ നല്ല കാറ്റും ക്ലൈമറ്റുമാണ്. നമ്മുടെ നാട്ടിൽ കാക്കകളെ പോലെ അവിടെ സീ ഗൾസാണ് പറന്ന് തിരിഞ്ഞ് ഇങ്ങനെ നമ്മളിടുന്ന ഫുഡ് പാർട്ടിക്കിൾസിലൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോണത്. നല്ല രസമുള്ള കാഴ്ചയായിരുന്നു അത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ബിസിബേള ബാത്തും പൊട്ടാറ്റോ ചിപ്സും കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും നമുക്ക് അരി ഭക്ഷണം കളിക്കാമല്ലോ, പിള്ളേർക്കും കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചു. അവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ NH റോഡിൽ നമുക്ക് പെട്രോൾ ബങ്കിലും കാഫിറ്റേറിയകളിലും പുറത്ത് ടേബിൾ ചെയറൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി കഴിക്കാം. അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് പിന്നെയും യാത്ര തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. പുറത്ത് നല്ല കാറ്റും തണുപ്പുമാണ്. അകത്ത് ഞങ്ങൾക്ക് ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ സണ്ണിൻലാടെ ബ്രദർ നല്ല ഒരു എൻ്റർടൈനറായിരുന്നു. അന്താക്ഷരിയും സോലോ ആയിട്ട് ഓരോരുത്തരും പാട്ട് പഠിക്കുന്നതും എല്ലാം നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ എൻ്റർ ചെയ്തത് ഒഹായോ എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങി. അവിടെ നല്ലൊരു കാഫിറ്റേറിയ ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു കാഫിറ്റേറിയ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഡിന്നർ കഴിക്കാമെന്ന് കരുതി. 7:30 ആയി. എന്നാലും അവിടെ ഇരുട്ടൊന്നും വീണിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇഷ്ടംപോലെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കിട്ടി. എല്ലാം ഓർഡർ ചെയ്തു കഴിച്ചു. ഇവിടെ എവിടെ പോയാലും നമുക്ക് കാഫിറ്റേറിയയും നല്ല റെസ്റ്റ് റൂംസും നല്ല ക്ലീനായിട്ടുള്ള റെസ്റ്റ് റൂംസും കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് യാത്രയിൽ അതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതുമാത്രമല്ല, അവിടുത്തെ റെസ്റ്റ് റൂമിലൊക്കെ വേറൊരു പ്രത്യേകതയും ഉണ്ട്. എല്ലാ ടോയ്ലറ്റിലും നമുക്ക് സീറ്റ് കവർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് എടുത്തിട്ട് സീറ്റ് കവറായിട്ട് യൂസ് ചെയ്യാം. അത് വളരെ ഹൈജീനിക്കായിട്ട് തോന്നി. ഇവിടെ എല്ലാ സ്ഥലത്തും നല്ല ടേബിൾസും വൈഫൈ കണക്ഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇടയ്ക്ക് വർക്ക് ചെയ്യണം, മെയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ അവിടെ ടേബിളിൽ അതിൻ്റെ സൗകര്യമൊക്കെ അവർ വച്ചിട്ടുണ്ട്.
അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചിക്കൻ സാലഡ് വളരെ ടേസ്റ്റും നല്ല ഫില്ലിങ്ങും ഹെൽത്തിയുമായിട്ടുള്ളൊരു സാലഡായിരുന്നു. അതുപോലെ തന്നെ ഓണിയൻ റിങ്, ബർഗർ, ഹോട്ട് ഡോഗ്, ചിക്കൻ നഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം തന്നെ അവിടെ ഉണ്ട്. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും കുറച്ച് നടന്ന് എടുത്ത് കുറച്ച് റിലാക്സ്ഡായി റെസ്റ്റ് റൂമിലൊക്കെ പോയി പിന്നെയും യാത്ര തുടങ്ങി. അപ്പോഴേക്കും നല്ല ഇരുട്ടിയിരുന്നു. അതിനുശേഷം എല്ലാവരും ഉറങ്ങിപ്പോയി. ഡിന്നറൊക്കെ കഴിഞ്ഞിരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കമായിരുന്നു. പെൻസിൽവേനിയ വന്നതൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് നയാഗ്ര വന്നപ്പോഴാണ് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചുണർത്തിയത്. 2 പേർ മാത്രം, ഡ്രൈവ് ചെയ്യുന്ന ആളും അടുത്തിരുന്ന ആളും മാത്രം ഉറങ്ങിയില്ല. ഞങ്ങൾ നയാഗ്രയിൽ എത്തുമ്പം മണി 12:30 1 ആയി. നയാഗ്ര എത്തിയിട്ട് എല്ലാവരും ഇറങ്ങി. എല്ലാവരും ഉറക്കച്ചടവിലാണ്. എന്നാലും നയാഗ്രയുടെ നൈറ്റ് വ്യൂസ് കാണാൻ കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും നൈറ്റ് വ്യൂസ് കാണാനായിട്ട് ഇറങ്ങി. നയാഗ്രയുടെ നൈറ്റ് വ്യൂസ് കാണേണ്ട ഒരു കാഴ്ചയാണ്. ആ ലൈറ്റും അതിൻ്റെ സ്ഫടികം പോലത്തെ വെള്ളം വീഴുന്നതും എല്ലാം കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. നയാഗ്രയുടെ അടുത്ത് തന്നെ ഞങ്ങൾ എയർബിഎൻ ഹൗസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഒരു ഹൗസായിരുന്നു. 4-5 ബെഡ്റൂമും ഹാളും എല്ലാമുള്ള നല്ലൊരു വീടായിരുന്നു അത്.
ഇത് ഒരു ഫുൾ ഫർണിഷ്ഡ് ഹൗസാണ്. കിച്ചണിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എല്ലാ ബെഡ്റൂമിലും ടിവിയും എല്ലാം ഉണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷർ, അതിനുള്ള ലിക്വിഡ്സ് എല്ലാം തന്നെ അവർ വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒറ്റ രാത്രിക്ക് വേണ്ടിയാണ് ഇത് ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും തന്നെ യൂസ് ചെയ്തില്ല. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ എയർബിഎൻ ഹൗസസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫാമിലിയായിട്ട് ഗ്രൂപ്പായിട്ട് പോകുന്ന ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് റൂം എടുക്കുന്നതിനേക്കാളും ഇതുപോലെ എയർബിഎൻ വീട് എടുക്കുമ്പം എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കുകയും ചെയ്യാം. സകല സൗകര്യങ്ങളും നമുക്കവിടെ കിട്ടുകയും ചെയ്യും. നല്ല ഒരു ആംബിയൻസ് ആണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ റെസിപ്പീസും റിവ്യൂസും ബ്ലോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.